സുഹൃത്തുക്കളെ, ലോക്ക്ഡൌൺ കാലത്തെ ചിരികളും ചിന്തകളും കൂട്ടിയിണക്കിക്കൊണ്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോമിന്റെ പരിമിതികളിൽ നിന്നുകൊണ്ടുള്ള ഒരു കൊച്ചു ശ്രമം മാത്രമാണിത്. യാതൊരുവിധ അവകാശവാദങ്ങളുമില്ലാതെ ഞങ്ങൾ ആരംഭിക്കുന്നു. Children, today we are going to learn about the different sets of religions in India. They are Buddhism, Sikhism, Hinduism. Excuse me children. ഡാഡിയുടെ 1000 വട്ടം പറഞ്ഞിട്ടുണ്ട് ഓൺലൈൻ ക്ലാസ് നടക്കുമ്പോൾ ഇടയിൽ വരരുതെന്ന്. ഈ ഡാഡിയുടെ ഒരു കാര്യം. അയ്യോ, സോറി, ഇറ്റ്സ് ഓക്കെ. Children, today we are going to learn about patterns. We can see patterns all around us. There are different types of patterns. ഡാഡി, അവിടെ മമ്മിയുടെ ഓൺലൈൻ ക്ലാസ് നടക്കുക. വെറുതെ മമ്മിയുടെ വായിലിരിക്കുന്നത് കേൾക്കണ്ട. ഡാഡിക്ക് കാലത്ത് വേറെ പണിയൊന്നുമില്ലെങ്കിൽ ചേട്ടനെയും വിളിച്ച് ആ വാഷിംഗ് മെഷീൻ അവിടെ നിന്ന് മാറ്റി വെക്കുക. അതിനെന്തിനാടി അവൻ? അതൊക്കെ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ആ, ഡാഡി എന്താന്ന് വെച്ചാൽ ചെയ്യും. ജോസേട്ടാ, ഞാനാ മാത്യു. പറയും മാത്യു, എന്താ വിശേഷം? ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ. ജോസേട്ടന് കോട്ട കിട്ടിയതിൽ എന്തെങ്കിലും ബാക്കിയിരിപ്പുണ്ടാ ഒരെണ്ണം എടുക്കാൻ? ഇല്ല മാത്യു, ഈസ്റ്ററിന് ഞാൻ തന്നെ എന്താ ചെയ്യാന്ന് വെച്ചിട്ടിരിക്കുന്നത്. എന്തായാലും ഈ ലോക്ക്ഡൗൺ 1.5 പണിയാ തന്നിരിക്കുന്നത്. ഏതായാലും നീ മാത്യു ആ ഷാജുവിനെ ഒന്ന് വിളിച്ചു നോക്ക്. ഓ, അത് കറക്റ്റാ. എന്നാ ശരി ജോസേട്ടാ, ഞാൻ പിന്നെ വിളിക്കാം. കിട്ടുന്നതാകെ 5 കുപ്പിയാ. അതുകൊണ്ട് 50 പേർക്ക് പങ്കുവയ്ക്കാൻ ഞാനെന്താ കർത്താവാ? ഡാഡി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വായോ? എന്താ കാലത്ത് കഴിക്കാൻ? എനിക്കറിയില്ല. മമ്മി അവിടെ എന്തോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇന്നും ഈ ഉപ്പുമാവന്നെ മമ്മിക്ക് വേറെ വല്ലതൊക്കെ ഉണ്ടാക്കിക്കൂടെ? എന്നും ഈ ഉപ്പുമാവ് വല്ല അപ്പ പുട്ട വല്ലതൊക്കെ ഉണ്ടാക്കിക്കൂടെ? അത് എന്തോരം സബോള ഇട്ടിട്ടുള്ള. എനിക്കിതൊന്നും വേണ്ട. അതെ, ഇന്നത്തെ ഉപ്പുമാവിലെ സബോള ഒന്നും ഇട്ടിട്ടില്ല. നീ അത് കണ്ണു തുറന്ന് നോക്ക്. അപ്പച്ചനും ഞങ്ങളൊക്കെ ഇത് തന്നെയാ കഴിച്ചത്. അതെ, പുറത്തത്തെ ഭക്ഷണം ഉണ്ടല്ലോ, കഴുകാത്ത സബോള പഴയതൊക്കെയാണ്. അത് കഴിക്കുമ്പോ ഒരു കുഴപ്പമില്ല. അതിന്റെ എങ്ങനെയാ പുറത്തുനിന്നുള്ള ഭക്ഷണം കഴിക്കുന്ന ഒരൊറ്റ ചിന്തയാണല്ലോ. അപ്പൊ പിന്നെ അതന്നെ കഴിക്കുള്ളൂ. അറിയാത്ത പിള്ളേ ചൊറിയും പറയും. എല്ലിന്റെ ഉള്ളില് വറ്റി കുത്തിയിട്ടാ. അവൻ എവിടെ പോയിക്കണേ? അവൻ കൊറോണ അറിഞ്ഞു മേടിക്കാൻ പോയതാ. ഉപ്പുമാവ് ഉണ്ടാക്കിയതേ അവൻ അന്തസ്സിന് പറ്റിയില്ല. കാരണന്മാര് പറയില്ലേ, കാക്ക കണ്ടറിയും കൊക്ക് കൊണ്ടറിയുള്ളൂ എന്ന്. പിന്നെ എന്താ ചെയ്യാ? ആര് ഈ ലോക്ക്ഡൌൺ സമയത്ത് വരുന്നത്? നമ്മുടെ റിജോ തന്നെ ആവുള്ളൂ. എന്താ പറ്റേ? പാർസലൊന്നും കിട്ടിയില്ലേ? ഒക്കെ കിട്ടിയപ്പോ വയറ് നിറച്ച് തന്നിട്ടുണ്ട്. എന്നിട്ട് എവിടെ? ഒക്കെ ലൈവായിരുന്നു. അവര് പാർസല് തരില്ലെന്നാ എന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ എന്ത് പറ്റും നിനക്ക്? അമ്മേ, പോലീസുകാര് എന്ത് അടി അടിക്കണം? മനുഷ്യനാണോ പോത്താണോ എന്നൂടെ നോക്കണ. ഇട്ട അടി തന്നെ അടി കണ്ട. അല്ലെങ്കിൽ നിനക്ക് അനുസരണം വെച്ചാൽ തീരില്ല. അഹങ്കാരത്തിന് ഒട്ടും കുറവില്ല. ഇപ്പൊ മനസ്സിലായില്ലേ? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അമ്മ. അമ്മ ഇപ്പൊ വന്നേ ഉപ്പുമാവ് എന്തെങ്കിലും തന്നെ വയസ്സിൽ കഴിവിടെ പുറം വേദന വിശപ്പും. നാളെ ചെറിയ തരുന്ന അന്തസ്സായിട്ട് ഫുഡ് തിന്നാറുന്നില്ലേ? ഇനി വേഗം തോന്നുന്നു. പോറാൻ പള്ളി പോറാൻ ഉപ്പുമാവ് പോലീസുകാർ
ആണ്ടിലൊരു പോട്ടെ. ഇനിയെങ്കിലും മാതാപിതാക്കള് പറഞ്ഞതേ ഒന്ന് അനുസരിക്കേ. കാലത്ത് ഒരു നാളികേരം ചെരുകി തരണമെങ്കിൽ ഞാൻ നന്നായി പുട്ടുണ്ടാക്കി തന്നേനില്ലേ. നാളികേരത്തിന്റെ കാര്യം മാത്രമേ ഇവിടെ മിണ്ടരുത്. കഴിഞ്ഞ ഓഫീസിൽ ഒരു നാളികേരം ചെറിയ ക്ഷീണം ഇനി മാറിയിട്ടില്ല. നാളികേരം പറ്റിട്ട് ഒരു കഥ ഇവിടെ വേണ്ട. ലോക്ക്ഡൌണിൽ ആൾക്കാര് പുറത്തു പോകാണ്ട് തന്നെ ടെറസിന്റെ നല്ല പച്ചക്കറി വെച്ചിട്ട് കറികളൊക്കെ വെക്കണത് എന്തിനാ? പുറത്തു പോകാണ്ടിരിക്കാൻ നമ്മുടെ സുരക്ഷിതത്തിന് നമ്മൾ തന്നെ. അപ്പൊ അതൊക്കെ അനുസരിക്കാണ്ട് പോയതല്ലേ നെയ്യേ. പച്ചക്കറി കൃഷി ടെറസിലെ പച്ചക്കറി കൃഷി. ബെന്നി, എല്ലാം റെഡിയല്ലേ? ആ എല്ലാം ഓക്കെ. കുട്ടി കാണിക്കണേ. ഈ മണ്ണൊക്കെ തേച്ചല്ല കുറച്ച് ഒറിജിനാലിറ്റി കിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് വാങ്ങുമ്പോ കുറച്ച് വെൽത്ത് നോക്കിട്ട് വാങ്ങാറില്ലേ? അതെ, പിന്നെ ഈ ലോക്ക്ഡൌൺ സമയത്ത് ഇതന്നെ കിട്ടിയത് നിന്റെ ഭാഗ്യം. അപ്പൊ നമുക്ക് നോക്കാല്ലേ? ഹായ് ഓൾ. അപ്പോ ലൈവിൽ എത്ര ആൾക്കാർ എത്തിയിട്ടുണ്ട്? 4. സ്നേഹ. ഹായ് സ്നേഹ, എന്തൊക്കെയുണ്ട്? എന്തായാലും ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഈ ലോക്ക്ഡൌൺ സമയത്ത് വീടുകളിൽ തന്നെ കൃഷി ചെയ്യുന്നതിന്റെ ഉപകാരം നിങ്ങൾക്ക് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഇരിക്കുന്ന പച്ചക്കറികൾ കണ്ടോ? ഇതൊക്കെ ഞങ്ങളുടെ വീടിന്റെ ടെറസിൽ ഉണ്ടാക്കിയതാണ്. ഇത് സിനിമയിൽ മഞ്ജു വാര്യർക്ക് മാത്രമല്ല, നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഇടവേളയിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി ഞാൻ ഞങ്ങളുടെ വീട്ടിലെ പച്ചക്കറി കൃഷി കാണിച്ചു തരാം. എന്നെ അനുരാഗ കുയിലേ, പുള്ളിപ്പാവാട പ്രായമുള്ള കുയിലേ. അയ്യോ, എന്റെ പച്ചക്കറി തോട്ടം ഇവറ്റകളെ കൊണ്ട് ഞാൻ തോറ്റു. ഇനി ഞാൻ എന്തെടുത്തിട്ടാ ലൈവ് കാണിക്കാം? ഇവറ്റയുടെ ഒരു കാര്യം. എന്റെ ദൈവമേ. ഇവരുടെ ഒരു കാര്യം. രാവിലെ എഴുന്നേറ്റപ്പോ തുടങ്ങിയതാ അപ്പനും മോനും മൊബൈലിലും ലാപ്ടോപ്പിലും തോന്നുന്നത്. ഇവിടെ ഒരു തരി പച്ചക്കറിയും ഇല്ല. ആരെങ്കിലും പോയി എന്തെങ്കിലും വാങ്ങിട്ട് വന്നാൽ ഞാൻ വെച്ചുണ്ടാക്കി തരാം. പിന്നെ ഈ ലോക്ക്ഡൌൺ കാലത്തല്ലേ പുറത്തു പോണം. പച്ചക്കറി അല്ല, പോലീസിന് ലാത്തി കിട്ടും. നീ ഇവിടെ എന്തുണ്ടോ അത് വെച്ചാൽ മതി. നിങ്ങൾ ഇതിൽ തോന്നിക്കൊണ്ടിരുന്നോ? അതുപോലെയുള്ള ബെന്നിയുടെയും വർഗീസേട്ടന്റെ വീട്ടിൽ പോയി നോക്ക്. എല്ലാ പച്ചക്കറികളും അവര് തന്നെ വെച്ചുണ്ടാക്കുന്നത്. ദാ മിക്കാലേ, ഈ പപ്പാനെ വിളിച്ചുകൊണ്ട് പോയി അങ്ങനെ എന്തെങ്കിലും ചെയ്യണം. ഞാൻ എവിടെയില്ല, എനിക്കിവിടെ ഇമെയിൽ ചെക്ക് ചെയ്യാനുണ്ട്. ഈ തേങ്ങായി എടുത്തോണ്ട് എവിടേക്കാ? അമ്മയില് പറഞ്ഞു മേലെ പോയി വല്ല കൃഷി തുടങ്ങാൻ. അപ്പൊ ഞാൻ ഈ തെങ്ങ് കാണാൻ പോവാ അമ്മയില്. എന്നാലേ തെങ്ങ് മാത്രമല്ല, 3-4 കമ്പും 4-5 പ്ലാവും കൊണ്ടുപോയി നടാം. കർത്താവേ, ഇങ്ങനെയുള്ളവർ പറഞ്ഞത്. 1 2 പറഞ്ഞിട്ട് എന്താ കാര്യം? എല്ലാത്തിനും എന്റെ തല തന്നെ എത്തണം. എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു എമർജൻസി കോൾ വന്നിട്ടുണ്ട്. അപ്പൊ വണ്ടി അയച്ചിട്ടുണ്ട് അവര്. ഞാൻ ഒന്ന് പോയിട്ട് വരട്ടെ കേട്ടോ. എന്നിട്ട് വന്നിട്ട് വിളിക്കാം. ഓക്കെ ജിസേ, പപ്പയ്ക്കൊരു സ്ട്രോങ് ചായ ഇട്ട് കൊടുത്തോളൂ കേട്ടാ പപ്പ എഴുന്നേൽക്കുമ്പോ. പിന്നെ ആ 7ന്റെ കുക്കർ ഉണ്ടല്ലോ, അതിനകത്തൊരു 3 ഗ്ലാസ് അരി എടുത്ത് കഴുകി അടുപ്പത്ത് വെച്ച് ഒരു വിസിൽ വരുത്തി വെച്ചോളൂ. പിന്നെ ജെറി ജെറി മോനാ ചെറിയ 5ന്റെ കുക്കറിൽ ഒരു
ഒരു ഗ്ലാസ് പരിപ്പ് കഴുകി ഇച്ചിരി വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ച് ഒരു 3 വിസിൽ വരുത്ത്. വെന്തിട്ടില്ലെങ്കിൽ ഒരു വിസിലും കൂടെ വരുത്തിയേക്ക് കേട്ടോ. ശരി, അമ്മ പോയിട്ട് വരട്ടെ. ചായ എടുത്തരാ. ഇതെന്ത് കഷായ? എത്ര സ്പൂൺ പൊടി ഇട്ടടാ? പപ്പ ഞാൻ 2 സ്പൂൺ പൊടി ഇട്ടു. നീ 2 സ്പൂൺ പൊടി ഇട്ടാ, ഞാൻ 3 സ്പൂൺ പൊടി ഇട്ടല്ല. നിന്റെ ഒക്കെ ഒരു ചായ. A few moments later. ഇതെന്താ നിന്റെ മോൻ ഇങ്ങനെ? നിനക്ക് എന്താ പറ്റിയേ? ഇതൊന്നല്ല മമ്മി, മമ്മി അകത്ത് പോയി നോക്ക്. ദൈവം, ഇത് എന്തോ കാണിച്ച ചെറിയ നീ? എന്തോ ഈ കാണിച്ചു? ഇനിയിപ്പൊ അവനെന്തോ ചെയ്തൊന്ന് നോക്കട്ടെ ഞാന്. എന്റെ ദൈവമേ, നീ ഇതില് വെള്ളം ഒഴിച്ചില്ല ജിസേ? ഇതാകെ കരിച്ചു വെച്ചിട്ടുണ്ടല്ലോ. മമ്മി എന്നോട് എന്നിട്ട് പറഞ്ഞേ 3 ഗ്ലാസ് അരി ഇടാനല്ലേ പറഞ്ഞോളൂ. വെള്ളം ഒഴിക്കാൻ മമ്മി എന്നോട് പറഞ്ഞ. നീ ഇപ്പൊ എന്നെ കുറ്റക്കാരനാക്ക്. അത് എന്റെ തെറ്റൊന്നല്ലേ, എനിക്കറിയില്ല. മമ്മി കാരണമാണ് കരിയേ. എന്റെ ദൈവമേ, ഈ 2 പൊട്ടന്മാരെ തന്നതിനും വേദന എനിക്ക് 2 പെൺപിള്ളേരെ തന്നെങ്കിൽ മതിയായിരുന്നു ദൈവമേ. പെൺകുട്ടിയോളാ, എന്റെ ഷീവേ, നീ ഒന്ന് അങ്ങോട്ട് നോക്കിയേ. അതിന് നല്ല കോമഡി ചെയ്തത്. കണ്ടു ഇപ്പൊ തന്നെ ഞാൻ കാണണ്ടായിരുന്നില്ലേ? ഇത്ര കാണണ്ടായിരുന്നു. അപ്പോഴാ ചിത്രം നീ കണ്ടപ്പോ ഞാൻ കണ്ടിട്ട് കുറച്ചു നേരം. ഇറ്റ്സ് ഓക്കെ. ചിലർ റെഡിയാവും, ചിലർ റെഡിയാവില്ല. എന്റെ റെഡി ആയില്ല, എനിക്കൊരു കുഴപ്പമില്ല. അടുത്ത ദിവസം നമുക്ക് റെഡിയാക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. സ്റ്റെവിനെ സൗണ്ട് ഒന്ന് കുറക്കടാ. അയ്യോ, രാവിലെ തുടങ്ങിയതവന്റെ പണി ഫോണിൽ കൂടെ ഇങ്ങനെ കളിച്ചു. ഫോൺ അവിടെ വെച്ചിട്ട് ആ വെയില് പോണേക്കുമ്പോ തുണിയോട് അവിടെ കൊടുന്നിട്ടേ. എപ്പോഴും ഉണ്ട് ഒരു ആശാരിമാരുടെ പോലെ തട്ടി മുട്ടി ഇങ്ങനെ നിക്കും. ശരി ശരി ശരി, ഓക്കെ ശരി. സ്റ്റെവിനെ, എനിക്ക് 2 എക്സാം കൂടി ഇല്ലേ? പഠിക്കണ മൊബൈൽ കളിച്ചിരിക്കാണ്. ഡാഡി, ആ പറഞ്ഞ ശരിയായില്ല. ഞങ്ങൾ വളരെ 2 ടിക്ടോക്കേഴ്സ് ആണ്. ചായ എടുത്ത കാലത്തോട്ട് എത്രാമത്തെ ചായ ചോദിക്കുന്നു? ഞാൻ രാവിലെ തൊട്ട് ചോദിക്കുന്നത് ഒരു ചായ. ഇതുവരെ എനിക്കൊരു ചായ കിട്ടിയിട്ടില്ല. ചോദിക്കുമ്പോ ചായ തരണ അവിടെ ചായപ്പൊടി നടത്തണ്ട. കണ്ട ഒരു തരി പഞ്ചസാര ഇല്ല, പിന്നെ എന്തിട്ട് എടുത്തിട്ട് ചായ ഉണ്ടാക്കുക? അല്ല,
കഴിഞ്ഞ ശനിയാഴ്ചയിൽ 1 കിലോ പഞ്ചസാര ഞാൻ മേടിച്ചോടുന്ന. ഇന്നിപ്പോ എന്തായാലും ചൊവ്വാഴ്ച ആയിട്ടുള്ളൂ. ശനി, ഞായർ, തിങ്കൾ 3 ദിവസം കൊണ്ട് 1 കിലോ പഞ്ചസാര തീർന്ന. നിങ്ങളത് അറിഞ്ഞില്ലേ? ഞാൻ ഇപ്പൊ ചോറിന് പകരം പഞ്ചസാര തിന്നണേ. ചൊവ്വാഴ്ച അത്ര ചൊവ്വാഴ്ച. നേരെ ദിവസം നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടാ? സ്റ്റെവിനെ, ഇന്ന് ചൊവ്വാഴ്ചല്ലടാ. ഡാഡി എന്നിട്ട് പറയണേ, ഇന്ന് ബുധനാഴ്ചയല്ലേ? പൊട്ടന്ന് വ്യാഴാഴ്ചടാ, വ്യാഴാഴ്ച. എങ്ങനെയാ കാലത്ത് എണീക്കുക, എന്തേലും ഭാര്യ ഒഴിച്ച് തിന്നുക, കിടക്കുക, പിന്നെ എണീക്കുക, പിന്നെയും തിന്നുക, വേറെ എന്തേലും പണിയില്ല. മുമ്പ് TV ഉണ്ടായിരുന്നപ്പോ വിശേഷങ്ങളൊക്കെ അറിഞ്ഞിരുന്ന. ചേർക്കാൻ 10ാം ക്ലാസ് വന്നപ്പോ കേബിള് കെട്ടിയതോടുകൂടി ഇപ്പൊ ഒരു വിശേഷം അറിയുന്നില്ല. ന്യൂസ് പേപ്പർ പിന്നെ പണ്ടേ നിർത്തിയതല്ലേ. ഇന്ന് വെള്ളിയാഴ്ചയാണ്, വെള്ളിയാഴ്ച. വെച്ചിട്ടുണ്ടാ കരിയണ മണം വരില്ലല്ലോ. അയ്യോ എന്റെ കൂട്ടാൻ. എന്നാലും എന്റെ കർത്താവേ, ഈ ലോക്ക്ഡൌൺ കാരണം ദിവസം ഏത് ആഴ്ച ഏതെന്ന് അറിയാത്തൊരവസ്ഥ. Yes, sir. We have orders in hand for next 2-3 months. Of course, we can do the execution on time. Yeah. Yes. എന്താ ഉച്ചക്കത്തേക്ക് പോയിട്ട് രാത്രി പോലും കഴിക്കാൻ പറ്റും തോന്നുന്നില്ല. എന്താ ഇത്? Video conference ആണ്. Fine, sir. Okay. Sure. All right. Okay. Thank you. പ്രിയ, ലഞ്ച് റെഡിയാണോ? ലഞ്ച് റെഡിയാണ്, എല്ലാം മേശപ്പുറത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കേ. ഇന്ന് എന്തൊക്കെയാണ് സ്പെഷ്യല്? ഒരു മണവുമില്ല, ഒരു രുചിയില്ല. ചുമ്മാ എന്തെങ്കിലുമൊക്കെ അങ്ങ് പുഴുങ്ങി വെക്കും. മണം തിരിച്ചറിയാൻ കഴിയാതിരിക്കുന്നതും രുചി അറിയാതിരിക്കുന്നതും കോവിഡിന്റെ പ്രാഥമിക ലക്ഷണങ്ങളെന്നും ലോകാരോഗ്യ സംഘടന കണ്ടെത്തിയിരിക്കുന്നു. ഇത്രയും ലക്ഷണങ്ങളുള്ളവർ ആരോഗ്യ വകുപ്പിന്റെ 22224168 എന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. എന്താ പറഞ്ഞ നീ? 2222 4168. അല്ല, മമ്മിക്ക് എന്തിനാ ഈ നമ്പർ? നിന്റെ പപ്പയ്ക്കല്ലേ മണവും രുചിയോ ഒന്നും തിരിച്ചറിയാതിരിക്കണേ. പോയി കുറച്ച് ക്വാറന്റൈനിൽ ഇരിക്കട്ടെ. എന്തുണ്ടാക്കി കൊടുത്താലും കുറ്റം പറച്ചിലേ ഉള്ളൂ. എന്റെ ക്ലാരെ, ഞാൻ തമാശ പറഞ്ഞതല്ലേ. നീ അപ്പോഴേക്ക് ദേഷ്യപ്പെട്ടോ? ക്ലാരെ, ആ മോപ്പിഞ്ഞെടുത്തേ, ഇതൊന്ന് തുടച്ചേ. ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. അത് ശരി, നിങ്ങൾ ഇതുവരെ കഴിഞ്ഞില്ലേ? TV കണ്ടോണ്ടിരിക്കുക? TV ഞാൻ ഒരു ഫ്ലാഷ് ന്യൂസ് കാണാടി. ഫ്ലാഷ് ന്യൂസ് ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം അപ്പോഴും പാത്രങ്ങൾ കഴുകി എടുക്കാനായിട്ട്. എന്നിട്ട് വേണം രാത്രിയിലത്തേക്ക് വെക്കാൻ. ഞാൻ അപ്പോഴേക്കും ഇവിടെ കുളിപ്പിച്ചിട്ട് വരാം. പാത്രങ്ങളാ ഞാനാ. അതെന്താ, നിങ്ങൾ കഴിച്ച പാത്രം കഴുകി കഴിഞ്ഞാൽ എന്താ പാത്രം വേദനിക്കൂ? അല്ലെങ്കിൽ ഒരു പണി ചെയ്യാം, നമുക്ക് അടക്കളയിൽ സീൽ ഡൗൺ ചെയ്യാം. ബന്ധോ ഹർത്താലോ ലോക്ക്ഡൌണോ വന്നാലും വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് ഒരു റെസ്റ്റും ഇല്ല. മതി ഇന്നത്തേക്കുള്ളായിട്ടുണ്ട്. പാത്രങ്ങളാ അടുക്കള എന്തോ ഞാൻ ചെയ്യാം. നീ നിർത്തോ? ഞാനേ കുറച്ച് തുണികൾ പുറത്ത് വിരിച്ചിട്ടുണ്ട്. ഇത് കഴിയുമ്പോഴേ അതൊന്ന് മടക്കി വെച്ചേക്കണേ. നിങ്ങളിത് എങ്ങോട്ടാ? ഞാൻ ബാത്റൂമിൽ പോകട്ടെ. ഈ ബാത്റൂമിൽ പോകാൻ നിന്റെ അനുവാദം വേണം.
ടെൽ മീ ജോസഫ്. സാർ അത് പിന്നെ ഞാൻ നാളെ മുതൽ ഓഫീസിൽ വന്ന് വർക്ക് ചെയ്തതെന്ന് ആലോചിക്കുക സാർ. ഇവിടെ ഇന്റർനെറ്റ് പ്രശ്നമുണ്ട്, പിന്നെ കമ്മ്യൂണിക്കേഷൻ മൊബൈല് നെറ്റ്വർക്കൊന്നും ശരിയാവുന്നില്ല. വർക്ക് കുറെ പെൻഡിങ് ആവുന്നു സാർ. ഏയ് അതൊന്നും ശരിയാവില്ല. ഗവൺമെന്റ് ഓർഡർ ഉള്ളതല്ലേ ഓഫീസുകൾ തുറക്കാൻ പാടില്ലെന്നു. അതൊക്കെ പിന്നീട് പ്രോബ്ലംസ് ആവും. ഓക്കെ സാർ, അത് പിന്നെ ഈ വർക്ക് ഫ്രം ഹോം പറയുമ്പോ അറിയാലോ സാർ. ഓ അപ്പൊ അതാണ് കാര്യം അല്ലേ ജോസഫിന് അറിയോ, ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച അന്ന് ഇവിടുത്തെ വേലക്കാരി പോയതാ. ഇവിടെ ഇപ്പോ വീട്ടിലെ പാത്രം കഴുകൽ മുതൽ പട്ടീനെ വരെ കുളിപ്പിക്കണത് ഞാനാ. ഞാൻ എന്റെ വിഷമം ആരോട് എന്റെ ജോസഫ് പറയാ? എന്താ ചെയ്യാ, എല്ലാം സഹിക്കാൻ. നോ പ്രോബ്ലം സാർ. ഓക്കെ ഓക്കെ, എല്ലാം ശരിയാണ് സാർ. ഓക്കെ സാർ, പിന്നെ വിളിക്കാം സാർ. ഓക്കെ. തളരരുത് രാമൻകുട്ടി, തളരരുത്. ഇന്ന് രണ്ടിലൊന്നും അറിഞ്ഞിട്ടില്ല. രണ്ടിലൊന്നും അറിഞ്ഞിട്ടുള്ളൂ, ഒന്നിൽ കൊതുകല്ല ഞാൻ. ഈ ഡാൻസ് കളിച്ച് രണ്ട് തുള്ളിയുള്ള തട്ടിക്കളായിരുന്നു. നിങ്ങൾ രാവിലെ ഞെക്കിപ്പിഴിഞ്ഞ് ഇവിടെ ഇരുന്നു. അങ്ങനെയുള്ള ആൾക്കാർ ക്യാൻറ്റീനിൽ നിന്ന് 10-20 രൂപയ്ക്ക് കിട്ടുന്ന സാധനങ്ങളാണ് പുറത്ത് 2000-3000 രൂപയ്ക്ക് വീട്ടിൽ പൈസയാക്കുന്നത്. എല്ലാം കൂടെ കാണുമ്പോൾ നിങ്ങൾ എടുക്കാൻ ചെയ്താൽ പോകും. അല്ല എന്നാ പറയാനാ, ഈ കേന്ദ്ര സർക്കാരിനെ പറഞ്ഞാൽ മതിയോ? റിട്ടയർഡ് ആയിട്ട് വീട്ടിലിരിക്കുന്നവർക്ക് എന്തിനാ ഈ കോട്ട കൊടുക്കുന്നത്? ഹലോ, മതി, നമസ്കാരം. പറയേ. കുഴപ്പമില്ല. അയ്യോ, ഞാൻ ലാസ്റ്റ് ഡ്രോപ്പ് ക്ലാസ്സിലേക്ക് വീട്ടിക്കൊണ്ടിരിക്കുക. തീർന്നു, കിട്ടുന്നില്ല അവനെ. ഇനിയിപ്പോ വേറെ എവിടെയെങ്കിലും അന്വേഷിച്ചില്ല വരും. ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ വാറ്റ് തുടങ്ങുന്ന പ്രശ്നമാണ് കാണുന്നത്. എന്നാ പിന്നെ ആയിക്കോട്ടെ മോനെ, ശരി എന്നാ. സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങി. അങ്ങനെ അതിനൊരു തീരുമാനമായി. ആകെക്കുള്ളി ഒരു പ്രതീക്ഷയായിരുന്നു, ഒരു രക്ഷയില്ല. ഈ ശത്രുക്കളെ സ്നേഹിക്കാനും അന്യന്റെ മുതൽ ആഗ്രഹിക്കാതിരിക്കാനും അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ പഠിപ്പിച്ച കർത്താവേ, ഈ വെള്ളം വീഞ്ഞാക്കുന്ന വിദ്യ കൂടെ നമ്മളെ പഠിപ്പിച്ചിരുന്നെങ്കിലേ ഈ സത്യക്രിസ്ത്യാനികൾക്കെങ്കിലും അന്യന്റെ മുമ്പിൽ തെണ്ടാതിരിക്കാമായിരുന്നു. ഇത് വലിയ ചതിയായി പോയി കർത്താവേ. ഇനി എന്താ ചെയ്യാ, പറയുക കാര്യമില്ല. നീ പോയി കുരിശ് വരയ്ക്കാതെ രക്ഷയുള്ളൂ. മോനെ ദാനി, മമ്മിയെ കൂടി വിളിച്ചോ, കുരിശ് വരയ്ക്കാം. കുരിശ് വരയ്ക്കണം. അവൻ വരട്ടെ, കുരിശ് വരയ്ക്കും. ശരി, എന്നാ കുറച്ച് വെള്ളം എടുത്താൽ എന്താണ് ഇത്ര സ്വരം? മോനെ, എനിക്ക് കുറച്ച് വെള്ളം എടുത്താൽ അതെ, വീട്ടിലിരിക്കുന്ന അവളെ കൊണ്ട് ചെയ്യിക്കണ്ട, പുറത്തുനിന്ന് എന്നെ കൊണ്ട് തന്നെ ചെയ്യിക്കും. ഇതാണല്ലേ കാര്യം. രാവിലെ ഫോൺ യൂസ് ചെയ്യണം.
ഫോൺ യൂസ് ചെയ്തില്ല. അമ്മ വന്നതിന് ശേഷം ഫോൺ വല്ലതും ഉപയോഗിച്ചത്? ഇല്ലടാ, കൊറേ മെസ്സേജ് ഒക്കെ വരുന്നുണ്ട്. അവളാ ഫോണിന്റെ കുത്തിയിരിപ്പാണ്. അപ്പം എന്താടാ ടിക്ടോക്ക് ബാനായി. ഓ, നീ വലിയ ഡയലോഗ് ഒന്നും അടിക്കണ്ട. നീ എത്ര നാളാണ് ഞങ്ങളുടെ കൂടെ ഇരുന്ന് പുച്ഛരിച്ചിട്ട്? ആഹാ, മോനെ ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? മോൻ പോയി ഡ്രസ് ചെയ്തിട്ട് നമുക്ക് കുറിച്ചടിക്കാം. സ്ത്രീ, എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇതുവരെ ആയിട്ടില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇനിയും ആയിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യെരൂശലേം നായകാ, ബലർത്തൻ വിമോചകാ, അഭയമായി പ്രകാശമായി ബദലഹേം നഗരിയിൽ കുളിരു പൊഴിയുമിരവിലായി വെറുമൊരു പുൽവിരിയിലായി ഇരുളിൽ തെളിയും മെഴുകുതിരി പോൽ ജാതനായൊരൻ യേശുവേ. അതെ, നിങ്ങളൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ കൊന്തത്തിൽ കഴിയാൻ നിൽക്കായിരുന്നു നിങ്ങളുടെ കലാപരിപാടിയൊക്കെ തുടങ്ങാനായിട്ട്. അത് പിന്നെ ഈ പ്രാർത്ഥന കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിൽ ഭയങ്കര വിഷമാണ്. അതെ, കൊന്തെത്തിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും സമാധാനം ഉണ്ടാവുക. നിങ്ങൾക്ക് മാത്രം ഇത്ര വിഷമം. ആ യേശു, നമ്മുടെ യേശു ഉണ്ടല്ലോ, ആ ശിഷ്യന്മാരൊക്കെ എങ്ങനെ സ്നേഹിച്ചിരുന്ന. എന്നിട്ടാ ചതിയ യൂദാസ് ഉണ്ടല്ലോ, 30 വെള്ളിക്കാശാണ് നമ്മുടെ യേശുവിനെ ഒറ്റി കൊടുത്തത്. അതാലോചിക്കുമ്പോ ഉണ്ടല്ലോ, രാത്രി കിടന്ന പിന്നെ ഉറക്കാൻ പറ്റില്ല. അതിനാണ് ഞാൻ ഈ 2 അടിക്കുന്നത്. നിങ്ങൾക്ക് വിഷമം മരുന്നല്ലത്. ഈ സുഭാഷിതങ്ങള് 31-ാം അധ്യായം 6-7 വാക്യത്തില് എന്താ പറഞ്ഞ നിനക്ക് വല്ല ഐഡിയ ഉണ്ടാ? അതിനെ പറഞ്ഞ വല്ലപ്പോഴൊക്കെ ബൈബിൾ വായിക്കണം. മോളെ, ആ സുഭാഷിതങ്ങള് 31-ാം അധ്യായം 6-7 വാക്യങ്ങൾ ഒന്ന് ഉറപ്പ് വായിച്ചേ. ലഹരി പാനീയം നാശത്തിന്റെ വക്കിലെത്തിയവനും വീണകഠിന ദുഃഖത്തിൽ അകപ്പെട്ടിരിക്കുന്നവനും കൊടുക്കുക. അവർ കുടിച്ച് ദാരിദ്ര്യവും ദുഃഖവും വിസ്മരിക്കട്ടെ. സുഭാഷിതങ്ങളെ 31-ലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. 20-ാം അധ്യായം 1-ാം വാക്യത്തിൽ എന്താ പറയണെന്നറിയോ? വീഞ്ഞ് പരിഹാസകനും മദ്യം കലഹപ്രിയനുമാണ്, അവയ്ക്ക് അടിമപ്പെടുന്നവന് വിവേകമില്ല. പ്രഭാഷകൻ 31-ാം അധ്യായം 25-ാം വാക്യത്തിൽ എന്താ പറയണെന്നറിയോ? വീഞ്ഞ് കുടിച്ച് ധീരത പ്രകടിപ്പിക്കാൻ ശ്രമിക്കണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. ഇത്തരം നല്ല വചനങ്ങളൊന്നും നിങ്ങൾ കണ്ടിട്ടും ഉണ്ടാവില്ല, വായിച്ചിട്ടും ഉണ്ടാവില്ല. കഴിഞ്ഞിട്ടില്ലേ സുഭാഷിതങ്ങൾ 31? മതി മതി, നിങ്ങൾ വന്നിച്ചില്ലെങ്കിൽ നിന്നിക്കാൻ നിൽക്കണ്ട. പാടി പിള്ളേരെ, നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്കാം. നിങ്ങളെ കഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കി എന്തെങ്കിലും ഫ്രിഡ്ജിൽ എടുത്തു വെച്ചിട്ട് പോയി കിടന്നോട്ടാ. ആ, ഓർമ്മയുണ്ടെങ്കിൽ എടുത്ത് വയ്ക്കാം. ഓക്കെ, ഗുഡ് നൈറ്റ്. അമ്മ, അമ്മു, മമ്മിക്ക് പാല് കൊണ്ടുകൊടുത്തേ. ആ ദേ മമ്മി പാല്. എന്ത് പറ്റി ഡാഡി? ഒരു ഉഷാറില്ലല്ലോ, അസുഖമൊന്നുമില്ലല്ലോ. ഡാഡിക്ക് അസുഖമൊന്നുമില്ല മോളെ. പള്ളിയിൽ പോയി കുർബാന കാണാൻ പറ്റാത്തതിന്റെ വിഷമമാ. ദിവസവും കാലത്തല്ലെങ്കിൽ വൈകുന്നേരം കുർബാനയ്ക്ക് പോകുന്ന ആളല്ലേ. ഈ കൊറോണ കാരണം അതൊന്നും നടക്കുന്നില്ല. അതാണാ കാര്യം. ഡാഡിക്ക് കുർബാന കണ്ടാ മതിയില്ലേ? മമ്മിയെ റിമോട്ട് ഒന്നിരുത്തേ, ഇപ്പൊ ശരിയാക്കി തരാട്ടാ.
ലോകാവസാനമായെന്ന് പറയുന്നത് വെറുതെ അല്ല. ഇപ്പോൾ ആൾക്കാർക്ക് പള്ളിയിൽ പോലും പോകാൻ പറ്റാതായില്ലേ. എല്ലാം സാത്താന്റെ പരീക്ഷണങ്ങളാ. വീണ്ടും ഒരു ബലിയർപ്പണ വേദി ഒരുങ്ങിയിരിക്കുകയാണ്. നമുക്ക് നമ്മൾ തന്നെ ഈ ബലിയിൽ അർപ്പിക്കാൻ. ഹായ്, ഇത് നമ്മുടെ വികാരി മാത്യുസനല്ലേ കുർബാന ചെല്ലുന്നത്? വാട്സപ്പിൽ മെസ്സേജ് ഉണ്ടായിരുന്നു, കുർബാന ലൈവായി കാണിക്കുമെന്നോ ഓൺലൈനിൽ ഉണ്ടെന്നോ അങ്ങനെ എന്തൊക്കെയോ. എനിക്ക് ഇതിനെപ്പറ്റി കൂടുതൽ ഗ്രാഹ്യമില്ലാത്തത് കൊണ്ട് ഞാനത് ശ്രദ്ധിക്കാൻ പോയില്ല. ലിസിയെ, സാത്താൻ ജനങ്ങളെ ദേവാലയത്തിൽ നിന്ന് അകറ്റിയപ്പോ ദൈവം ഓരോ വീടും ദേവാലയങ്ങളായി മാറ്റി. ഇപ്പൊ നോക്ക്, ഓരോ വീട്ടിലും കുർബാന അർപ്പിക്കപ്പെടുകയല്ലേ ചെയ്യുന്നത്. ജെർമിയ പ്രവാചകൻ 29-ാം അധ്യായം 11-ാം വാക്യത്തിൽ എന്താ പറയുന്നതെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എന്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. അത് ശരിയാണ് ഡാഡി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ദൈവപുത്രനായ യേശു പോലും സാത്താനിൽ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഈ മഴയും കാറ്റും പ്രളയവും മഹാമാരികളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളുമായി സാത്താൻ നമ്മെ പരീക്ഷിക്കുമ്പോൾ ഉറച്ച ദൈവവിശ്വാസത്തോടെ അവയെ നേരിടാൻ ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.